ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ച പോലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം അത്ര ശുഭകരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു യുദ്ധമുഖം അമേരിക്കയ്ക്ക് തുറക്കേണ്ടി വന്നാൽ അതിലേക്ക് ട്രംപ് തുനിയുമോ എന്നുള്ളതാണ് ലോകം അത് ഒരു പക്ഷേ ചെയ്യുമായിരിക്കാം എന്നാണ് ട്രംപ് തന്നെ നൽകുന്ന സൂചനകൾ. ഒരു പക്ഷേ പട്ടാളത്തെ അവിടെ കരയുദ്ധത്തിന് വേണ്ടി ഇറക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഇത്ര ദിവസം 2 ആഴ്ചത്തോളം ചെയ്ത ഇത്തരം ബോംബിങ് അതിനൊരു ഫലമില്ലാതെ ആകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനൊരു യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ ആദ്യമായിട്ട് ഇന്ത്യയൊക്കെ വാങ്ങിയിരിക്കുന്ന C-17, C-134 അങ്ങനെയുള്ള വിമാനങ്ങളിൽ നിന്നും എയർബോൺ എന്ന് പറയും, പാരച്യൂട്ടിലൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന പോലെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പട്ടാളത്തിനെ ഇറക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുക. കാരണം ഒരു പുതിയ രാജ്യം, ശത്രു രാജ്യം, അവിടെ അൺനോൺ ടെറിട്ടറിയാണ്, അവിടെ എന്താണ് പ്രതീക്ഷിക്കാമെന്ന് പോലും പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി അവരുടെ സാറ്റലൈറ്റ് ഇമേജിംഗ് ടെക്നോളജിയും ഒപ്പം തന്നെയുള്ള ഹ്യൂമൻ ഇൻ്റലിജൻസും എല്ലാം പ്രയോഗമായിരിക്കും ഏത് ഭാഗത്തായിരിക്കും ഇവരെ ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ആ യുദ്ധമുഖം തുറക്കുന്നവരാണ് ഇതിലേറ്റവും നിർണായകം. അത് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസ്, എയർബോൺ, എയർ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങളുണ്ട്. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നവർ, പ്ലെയിനിൽ നിന്ന് ചാടുന്നവർ, C-17 നിന്ന് ചാടുന്നവർ, ഒപ്പം തന്നെ ഈ C-17 പോലെയുള്ള വിമാനങ്ങൾ ഏത് ഒരു ടെറൈനിലും നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ത്യ കുറേ എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരു ചൈനീസ് ഒരു ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമുഖം, പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നതിന് റോഡുകളോ ടണലുകളോ ഒന്നുമില്ലെങ്കിലും അതിലെ ടാങ്കുകളും പിന്നെ ഹമ്മറുകളും അതൊക്കെ കൊണ്ടുപോയിട്ട് യുദ്ധസാമഗ്രികളുമായിട്ട് പോയി ഒരു യുദ്ധമുഖം തുറക്കുന്നതിന് വേണ്ടിയാണ് C-17 ഉപയോഗിക്കുക. ഒപ്പം അവിടെ നിന്നാണ് പിന്നെ അവർ വേണം അവിടെ ഇറങ്ങി ഒരു മിലിറ്ററി ബേസുകളും മറ്റും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് അമേരിക്ക തുനിയുമോ എന്നുള്ളതാണ് ലോകം. കാരണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ നേതൃത്വത്തിനൊന്നും പറ്റിയിട്ടില്ല. അവരുടെ തലപ്പത്തുള്ള കുറച്ച് ആൾക്കാർ ഒരു കാര്യമില്ലാത്ത ജനറൽമാരോ എന്ന് അതിനെ റീപ്ലേസ് ചെയ്യാം. കാരണം നേതൃത്വം കൊടുക്കുന്നവന് യെസ് ഓർ നോ പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന പോലെ യെസ് നോ യെസ് നോ, അധികാരം അവരുടെ കയ്യിലാണെങ്കിൽ കൂടി യെസ് നോ പറയേണ്ട ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ യുദ്ധം എവിടെ എത്തിച്ചേരും? ഒരു പക്ഷേ ഇറാനും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരു പക്ഷേ അത് സാധിച്ചു എന്ന് വരില്ല. കാരണം അങ്ങനെ പിൻവാങ്ങിയാൽ ഇറാൻ ജയിച്ചു എന്നുള്ളതാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കെട്ടിപ്പടുത്തുണ്ടാക്കിയത് മുഴുവനും ഇപ്പോഴും ഒന്നും സംഭവിക്കാതെ കുറച്ച് മിസൈലുകളും ഡ്രോണുകളും വിട്ടു എന്നേ ഉള്ളൂ. അതല്ലാതെ അവർക്കൊന്നും ഒരു തകർക്കപ്പെടാവുന്ന രീതിയിൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവർ മുഴുവനും പണിതുണ്ടാക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്, മിസൈൽ സിറ്റികളാണ്. അപ്പോൾ അതിനെ തൊടാത്തോടത്തോളം കാലം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉണ്ടായ നഷ്ടം, അവരുടെ 460 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച ന്യൂക്ലിയർ ഇതുണ്ട്, അണുവായുധമുണ്ട്. അത് ഒരു 11 മിസൈലുകൾക്ക് തുല്യമാണ്. അവരുടെ ആഗ്രഹം ഇറാനെ ഇല്ലാതാക്കണം. ഇത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറുകളിലോ ഈ സിലിണ്ടറുകളിലൊക്കെ ഈ അണ്ടർഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും മോളിൽ നിന്ന് ബോംബ് ചെയ്ത് അവസാനിപ്പിക്കാവുന്ന രീതിയിൽ അവർ വെച്ചിട്ടുണ്ടാവില്ല. തന്നെയല്ല, അവരുടെ പട്ടാളത്തിൽ ആകെ ഒരു 1500 ആൾക്കാർ അവരുടെ മരിച്ചിട്ടുള്ളത്. ഒന്നുമല്ല, ലക്ഷക്കണക്കിനാണ് IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കൊല്ലത്തിൽ പണിത് ഉണ്ടാക്കാവുന്നതാണ്. അവരുടെ നയവുമായിട്ട് മുന്നോട്ട് പോകാവുന്ന ഇതുകളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അടി കിട്ടണമെങ്കിൽ നാറ്റോ ഇറങ്ങേണ്ടി വരും. ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അവിടെ ഇറങ്ങി തകർത്ത് നശിപ്പിച്ച് വരേണ്ടി വരും. അതിന് ട്രംപിന് ഇപ്പം തന്നെ ട്രംപിന് രാഷ്ട്രീയമായിട്ട് ആഭ്യന്തരത്തിൽ, കാരണം ട്രംപ് മൂവ്മെൻറ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതിൽ തീവ്ര വെള്ളക്കാരൻ, ക്രിസ്ത്യൻ എന്ന് പറയപ്പെടുന്ന തീവ്ര വെള്ളക്കാരനാണ് ആ വിഭാഗം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. ട്രംപ് ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഇറങ്ങിയാൽ ഒട്ടും ട്രംപിൻ്റെ റേറ്റിംഗ് ആകെ ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുക. കാരണം ഈ പറഞ്ഞ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കടുത്ത വലതുപക്ഷ ചിന്താഗതിക്കാർക്ക് ട്രംപ് ഈ ചെയ്ത കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല. കാരണം ട്രംപ് പറഞ്ഞിരുന്ന ഇലക്ഷന് മുമ്പ് ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, യുദ്ധത്തിന് പോകുന്നില്ല, അത്തരത്തിലുള്ള ഒരാളാണ്. ആരാണ് ട്രംപിനെ ഇവിടെ കൊണ്ടെത്തിച്ചത്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇസ്രായേൽ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം
ഖമേനി കഴിഞ്ഞ 50 അരനൂറ്റാണ്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ബോംബിട്ട് നശിപ്പിച്ചിരിക്കും, നശിപ്പിച്ചിരിക്കും, നശിപ്പിച്ചിരിക്കും. തന്നെയുമല്ല, അണുവായുധം ഖമേനിയുടെ കയ്യിൽ കിട്ടിയാൽ നശിപ്പിക്കുക തന്നെ ചെയ്യും. ആദ്യം അവർക്ക് എന്ന് കേപ്പബിലിറ്റി ഉണ്ടോ അവർ ആ 11 ഉണ്ടാക്കുന്നത് കൊണ്ട് ഇസ്രായേലിൽ ആദ്യം ഇട്ടിരിക്കും. അമേരിക്കയ്ക്ക് അധികം അടി കിട്ടാൻ സാധ്യതയില്ല. കാരണം അമേരിക്ക ഒരു അവിടെ ഇവിടെയും കിടന്ന് ഇത് ചെയ്യുന്ന, ബലഹീനത കൊണ്ട് വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ടടിക്കാൻ ഡിഫെൻസീവ്, ഈ ഒഫെൻസീവായിട്ട് അമേരിക്ക പോവാറില്ല. കാരണം അതിൻ്റെ ഭരണയന്ത്രം അങ്ങനെയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ ഒരു സംസ്കാരമാണ്. അപ്പോൾ ഈ ഇപ്പം പോലും ഈ യുദ്ധത്തിൽ ട്രംപ് കോൺഗ്രസിൻ്റെ അനുവാദം ഇല്ലാണ്ട് യുദ്ധത്തിന് ഇത് ചെയ്യണേ. ഇത് ഈ പ്രതിപക്ഷം ഏത് രീതിയിൽ ഇത് ഉപയോഗിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം അമേരിക്കൻ കോൺഗ്രസിൽ നിന്നും പെർമിഷൻ ഇല്ലാതെയാണ്, റിപ്പബ്ലിക്കൻസിൽ പോലും വലിയൊരു വിഭാഗത്തിന് ഈ യുദ്ധത്തോട് താല്പര്യമില്ല. പക്ഷേ ട്രംപ് ചെന്ന് ചാടിയിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ട്രംപ് എന്ന ഒബാമ, ബൈഡൻ പോലെയുള്ള ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്കൊരു ദോഷം വരാൻ പോകുന്നില്ല എന്നുള്ളതും, ഈ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവസാനിപ്പിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അവരുടെ ആയുധങ്ങൾക്കും, ഈ ഒബാമ ഇരിക്കുന്ന സമയത്ത് മറ്റേ അണുവായുധ ചർച്ച എന്നും പറഞ്ഞ 6 രാജ്യങ്ങളെ കൂട്ടി ചർച്ചയൊക്കെ നടത്തി ഒന്നും ആയില്ല. കാരണം അവർ ഈ അണുവായുധം സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരുന്നു, അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അണ്ടർഗ്രൗണ്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് ചാനൽ എന്ന് പറഞ്ഞാലും പക്ഷേ ഇറാൻ അവിടെ പണിത് കൂട്ടായിരുന്നു മിസൈലുകളും മറ്റു സാധനങ്ങളും, ബാലിസ്റ്റിക് മിസൈലുകളും അണുവായുധവും. എന്നാൽ ഇത് ട്രംപിൻ്റെ ആ ഒരു 3 വർഷം അല്ലെങ്കിൽ 3 വർഷം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു നീങ്ങി കിട്ടണമെന്നാണ് ഇറാൻ്റെ ആഗ്രഹം. കാരണം ട്രംപിനെ പോലെയുള്ള ഒരു വ്യക്തി മാത്രമാണ് ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ അവർ കാത്തിരിക്കുന്നത് അമേരിക്കൻ പട്ടാളം അവരുടെ കെണിയിൽ വന്ന് ചാടുമോ എന്നുള്ളതാണ് അവർ കാത്തിരിക്കുന്നത്. കാരണം ഇതുവരെ കാണിച്ചൊന്നും അവർക്കൊന്നും ഏറ്റിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. മുകളിൽ നിന്ന് കൊന്തോറും അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്, മുകളിൽ നിന്ന് കൊന്തോറും വേണമെങ്കിലും പൊട്ടിച്ചോ. ഒരു ബോംബിനൊരു പരിധിയുണ്ട്, B2 സ്ട്രാറ്റോസ്ഫിയർ. ഈ സാധനം ഒരു 1/2 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ, 500 മീറ്ററൊക്കെ വേണമെങ്കിൽ തുളച്ച് പോവും. എന്നിരുന്നാൽ പോലും ഈ കോൺക്രീറ്റ് ഇത് ഭിത്തിയൊക്കെ പൊളിച്ച് അങ്ങ് താഴെ തനിഞ്ഞ് നടക്കണ കേസല്ല. കഴിഞ്ഞ ജൂണിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ അവർ നശിപ്പിച്ചു. ഇസഫഹാനിലും ഫോർദാമിലൊക്കെ നശിപ്പിച്ചു എന്ന് അണുവായുധം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവർക്കൊന്നും ഏറ്റിട്ടുണ്ടായില്ല. കാരണം അതുകൊണ്ടാണ് അവരൊന്നും പ്രതികരിക്കാണ്ടിരുന്നത്. കാരണം അവർ ആ 460 കിലോ യുദ്ധം വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ 460 കിലോ അതിസുരക്ഷമായിട്ട് മാറ്റി സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റി വെച്ചു അവർ. അപ്പോൾ ഇനി ആണ് ട്രംപിനെ അളക്കാൻ പോകുന്നത്. ഇദ്ദേഹം എപ്പോഴും ഇവിടെ അമേരിക്കയിലിരുന്ന് പറയുന്നുണ്ട്, നമ്മൾ ജയിച്ചിരിക്കുകയാണ്, നമ്മൾ ഇന്നലെയും പ്രസംഗം വി വൺ. അപ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ജയിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് പോകുന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ട്രംപ് പെട്ടിരിക്കുന്ന കെണി ചില്ലറ കെണിയല്ല. അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ പുടിൻ വിചാരിച്ചാൽ നടക്കും. പുടിന് ഇറാൻ ഭരണകൂടത്തിൽ വളരെ സ്വാധീനമുണ്ട്. പുടിൻ വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവസാനിപ്പിച്ച് കൊടുക്കും. പക്ഷേ പുടിൻ ചോദിക്കുന്നത് പുടിനെതിരെ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും എടുത്ത് കളയേണ്ടി വരും. അതല്ലെങ്കിൽ പുടിൻ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഒരു തലോടൽ വേണ്ടി വരും. ഇതൊക്കെയായിരിക്കും പുടിൻ ചോദിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ട്രംപിനത് കൊടുത്തു ഊരുന്നതായിരിക്കും. കാരണം ട്രംപ് ഒരു കാരണവശാലും ട്രംപ് നിഷേധിക്കുന്നില്ല ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ചെറിയ മിഷനുകൾ, ഒരു 10 ആൾ പോകുന്നു, അന്ന് തന്നെ തിരിച്ചു വരുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, നശിപ്പിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നല്ലാതെ ട്രംപിന് ജോർജ് ബുഷൊക്കെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ പട്ടാളത്തെ ഇറക്കി വിടാൻ ട്രംപ് തുനിയുമോ? അങ്ങനെ ഇറക്കിയാൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം ആയിരിക്കും എന്ന് തന്നെ. കാരണം അമേരിക്കൻ ജനത, പ്രത്യേകിച്ച് ട്രംപിനെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻസ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ റിപ്പബ്ലിക്കൻസ്, ഈ ഒരു നയത്തിൽ യുദ്ധത്തിന് വളരെ എതിരാണ്. അവർ ശക്തമായ ഒരു തീവ്ര വലതുപക്ഷ നിലപാടുള്ളവരാണ് അവർ. കാരണം ഈ യുദ്ധത്തിന് പോയിരിക്കുന്നത് അമേരിക്ക ആക്രമിച്ചതിൻ്റെ ഒരു കാരണത്താലല്ല, ഇസ്രായേലിന് വേണ്ടിയാണ് ഈ യുദ്ധത്തിന് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉരുതിരിഞ്ഞ് വരുന്നത് എവിടേക്കാണ്, യുദ്ധം എങ്ങനെ, പോർമുഖം എങ്ങനെ തുറക്കുമോ, എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.